നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പക്ഷേ എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലായിരുന്നു. നീ ഒരു നല്ല ആക്ടറാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഞാൻ ഇനിയും ലീഗലി തന്നെ മൂവ് ചെയ്യുന്നുള്ളൂ. ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ഒരാൾ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കില്ലല്ലോ. മെസ്സേജുകളോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ മുഖം കണ്ടാൽ നമ്മൾ മറക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് അവിടെ ആ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം. എന്തായാലും പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഈ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിലെ കുഞ്ഞാറ്റെ അമലിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ വീണ്ടും പഴയ വിഷയങ്ങൾ തന്നെ വീണ്ടും കുത്തി പൊങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചെളി വാരി എറിയുന്നുണ്ട്. എന്തായാലും അമൽ എന്ന് പറയുന്ന ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ എന്തു പറയണ്ടേ, കംപ്ലീറ്റ് നാണം കെട്ട് നിൽക്കുവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിരി അപരാധങ്ങളാണ് പുള്ളിക്കാരത്തി എടുത്ത് ഇപ്പം വെളിയിലിട്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ഒന്നേന്ന് തുടങ്ങാം. കുഞ്ഞാറ്റയുടെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരത്തി ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ആ സൈഡിൽ ഞാനത് കാണിക്കാം. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചേക്കുന്നത് കൊണ്ട് ഞാൻ ചിലപ്പം അതിൻ്റെ സ്പീഡ് ശകലം കൂട്ടിയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്നത്. അതായത് ഈ അമലിന് വേറെ ബന്ധം ഉണ്ടായിരുന്നതും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ റീലിൻ്റെ അകത്ത് തന്നെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് അമൽ പല പെണ്ണുങ്ങൾക്കും അയച്ച മെസ്സേജാണ്. ഇവർ തമ്മിൽ കല്യാണം കഴിച്ച് ഇരിക്കവേ തന്നെ ഈ അമൽ കുറേ പെണ്ണുങ്ങളെടുത്ത് ഫ്ലേർട്ട് ചെയ്യാനും അല്ലാതെ മോശപ്പെട്ട രീതിയിലും ഈ മെസ്സേജ് അയച്ചതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫും സ്ക്രീൻഷോട്ടും കുഞ്ഞാറ്റ എടുത്ത് വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ നമുക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവർ രണ്ടുപേരും ഇപ്പം നിലവിൽ ഡിവോഴ്സായി. എന്നാൽ പോലും ഞാൻ ചോദിക്കുവാണ്, ഇനിയെങ്കിലും ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? അത് കണക്ക് തന്നെ അമലിൻ്റെ അടുത്ത് അമൽ ചുമ്മാ വന്നിരുന്ന് മെഴുകാൻ നിൽക്കരുത്, നാറി നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം 100%, 150% കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെയും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളി വാരി എറിയുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തുന്നതേ നല്ലത്. കാര്യം ആൾക്കാർക്ക് ഇത് കണ്ട് മടുക്കും. ഈ ഒരു റീലിൻ്റെ താഴെ പൊന്നൂസാണെന്ന് തോന്നുന്നു, പൊന്നൂസൊക്കെ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഞാൻ വായിച്ചു. മറ്റുള്ളവരോട് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് യൂസ് ചെയ്തതിൻ്റെ പിന്നാലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അനുഭവിക്കാത്ത ബുള്ളിങ് ഒന്നും ഇനി ബാക്കിയില്ല. അതിനെതിരെ റിയാക്ട് ചെയ്തതിന് എൻ്റെ ഹസ്ബൻഡിന് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയോ എന്നെ മെൻഷൻ ചെയ്ത് കമൻസ് ഇടുന്നവരെയോ എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. 2020 കുഞ്ഞാറ്റ പൊന്നൂസിനെ കണ്ട അന്ന് തൊട്ട് കുഞ്ഞാറ്റയ്ക്ക് അറിയാം പൊന്നൂസ് എന്താണ് എന്ന്. അപ്പം ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി അഫക്റ്റ് ചെയ്ത് തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പം ഈ അമലെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് അമൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? അമലിൻ്റെ വാദം തെറ്റില്ലെന്നാണോ? ഞാൻ വളരെ മിസ്റ്റർ പെർഫെക്റ്റ് എന്നാണോ? തെളിയിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? യാതൊരുവിധ തെളിവുകളും ഇല്ല. ഞാൻ അമലിൻ്റെ കുറേ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതെന്നല്ലാതെ യാതൊരുവിധ തെളിവുകളും ഇല്ല. ഈ ഒരു പെൺകുട്ടി ഡിവോഴ്സ് ആവാനായിട്ട് വ്യക്തമായിട്ടുള്ള റീസൺസും കാര്യങ്ങളും ഉണ്ട്. ഞാനിവിടെ വ്ളോഗ്സ് ഒന്നും കൂടുതൽ ഫോളോ ചെയ്യാറില്ല. ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ അറിയാം. ഇനി ഈ റീലിൻ്റെ താഴെ പുള്ളിക്കാരത്തി എഴുതിയിട്ടിരിക്കുന്ന സംഭവം ഞാൻ വായിക്കാം. നീ ഒരു നല്ല ആക്ടറാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഞാൻ ഇനിയും ലീഗലി തന്നെ മൂവ് ചെയ്യുന്നുള്ളൂ. I stayed silent for a long time because I wanted peace for my child and my family. In 2023, I approached legal help because my marriage was going through serious problems. I lost trust after repeatedly facing emotional pain, mental stress, disrespect, and behavior that affected my peace and my child's future. സത്യമാണ്. പിന്നെ പുള്ളിക്കാരത്തെ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് തുരുതുര എഴുതിയിട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൊച്ചിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ? ആ കൊച്ചിൻ്റെ ഭാവി എന്താവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയും കഴിഞ്ഞു പോയ ഒരു ചാപ്റ്റർ പിന്നെയും കുത്തിപ്പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയും തോറും വെറുതെ നാർത്തതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഇട്ടിട്ടൊന്നുമില്ല. ഇനി അമലിനെ എക്സ്പോസ് ചെയ്യാനൊന്നുമില്ല. ഇനി അമൽ വന്നിരുന്ന് ന്യായീകരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അമൽ പറയുന്നത് ഈ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന ആ ഒരു ആരോപണം തെറ്റാണ്. കുഞ്ഞാറ്റ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിലാണ് അമൽ പറയുന്നത്. അത് അതിലും വലിയ കോമഡി. ഞാനിവിടെ അമലിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. നിങ്ങൾ കേട്ടല്ലോ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ടോ എന്താണ്ടൊക്കെ പാടുന്നുണ്ട്. എനിക്കിപ്പോൾ ആ പാട്ടിന് ഞാൻ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. അപ്പം ഞാൻ അതിന് മുമ്പ്
ഇതിനാണെന്നുണ്ട് ഒടുക്കത്തെ സൗണ്ട് കാണുള്ളൂടെ. ഈ അമലിനൊരു റിപ്ലൈ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കുഞ്ഞാറ്റിട്ട റീലുണ്ടല്ലോ, ആ പാട്ട് നിങ്ങളൊന്ന് നിങ്ങളെ തൂക്കി ചുവന്ന കരങ്ങളോളെന്നും പറയാം. അതായത് എൻ്റെ സകല സാധനങ്ങളും എടുത്ത് വെളിയിട്ടിട്ടുണ്ട്. ഇപ്പം അമൽ സത്യം പറഞ്ഞ് എന്തോ പറയണമെന്ന് അറിയാൻ മേത്ത അവസ്ഥയാണ്. നീ ഇനി എന്തെല്ലാം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല, വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നേ ഉള്ളൂ. ഞാൻ സേവ് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോയിലൊത്തൊരു കാര്യം പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യാനുള്ള ഇതെനിക്കില്ല. ആദ്യമേ തന്നെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എനിക്ക് വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ല, ഞാൻ ഒരു പാവമാണ്. അത് ആദ്യമേ തന്നെ പറയുവാണ് കേട്ടോ. അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരായിരുന്ന ഒരാൾ എനിക്കെതിരെ ഒരു സാധനം ചെയ്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാനിവിടെ കാണിക്കാം. 2023 എനിക്കെതിരെ ഒരാൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തായിരുന്നു. ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അന്ന് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സ്ത്രീക്കെതിരെ, അതായത് ഒരു സ്ത്രീക്ക് ഭയങ്കര വൾഗറായിട്ട് മെസ്സേജ് അയച്ചു. അതാണ് ഇത്. ഒരു സ്ത്രീക്ക് മാത്രമൊന്നുമല്ല, കുറേ പേരുടെ കാര്യം പറയുന്നുണ്ട്. ഈ സാധനം ഇടയ്ക്ക് വെച്ചിട്ട് പുറത്ത് വന്ന് ഭയങ്കര രീതിയിൽ ചർച്ചയായതാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാവർക്കും മനസ്സിലായതുമാണ്. ഇതിനകത്ത് അനാവശ്യമായിട്ട് വേറെ കുറേ വ്ളോഗേഴ്സിനെ അവരുടെ ഭാര്യയൊക്കെ പിടിച്ചെടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും അറിയാത്ത രീതിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കല്ലേ. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്ത് തെളിയിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് പ്രൂവ് ചെയ്യും. അപ്പം പിന്നെയും നമ്മളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാം ആണെന്നൊക്കെ പറഞ്ഞാണ് അവർ കേസ് കൊടുത്തത്. അതിന് കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുതായിട്ട് ലുബിച്ച് പറയാട്ടോ. അതായത് അന്ന് രാത്രി, അതായത് അന്ന് അവൾ ആ പറയുന്ന വ്യക്തി ആളുടെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ വെച്ച് ഞാൻ മൊത്തത്തിൽ അവരുടെ വീട്ടുകാരായിട്ട് ശരി പോവില്ല, അവരുടെ വർത്തനും കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഞാൻ അന്ന് വീട്ടിൽ വിട്ട് ഇറങ്ങേണ്ട വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ ഇവിടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ, അവരുടെ പേര് ഞാൻ ഇതിലേക്ക് പറയുന്നില്ല, അവരിവിടെ ഒരു കമ്പ്ലൈൻറ്റ്, അടിമാലല്ല കമ്പ്ലൈൻറ്റത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഠത്തിൽ ജോലിയായിരുന്നു, ടൈൽ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാൻസിനും കൂടെ കൂടിയിട്ട് വണ്ടി കൊണ്ട്, അതും ഞാൻ വന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ എക്കോ സ്പോട്ട്, അന്ന് അവനായിരുന്നു വണ്ടി ഓടിച്ചത്. ഞങ്ങൾ പോയിരുന്നു, അവരെ കണ്ടു. തിരിച്ചു പോരുന്ന സമയത്ത്, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ചാറ്റും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇല്ല. ഇനി സപ്പോസ് നാളെ ഒരു പ്രശ്നവും കാര്യങ്ങളും ലീഗിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് എടുക്കുന്നതായിരിക്കും, കാരണം എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നതിനിടയിൽ എനിക്കൊരു 11 മണി രാത്രി സമയത്ത് ഒരു നമ്പറിൽ നിന്ന് ഇത്രയും നാൾ ഇതിനെ പറ്റിയൊന്നും പറയണ്ടായിരുന്നു. അതായത് എന്താണ് ഡിവോഴ്സ് ആവേണ്ട കാരണമോ അതും ഇതൊന്നും പറയേണ്ടില്ലായിരുന്നു. ഇവിടെ അമൽ പുതിയൊരു ചാനലൊക്കെ തുടങ്ങി. അതിനകത്തെ തംബ്നെയിലൊക്കെ നിങ്ങൾ കാണണമായിരുന്നു. ഓരോ വട്ടം ഓരോ വീഡിയോ ഇടുമ്പോഴും ഓരോന്നിങ്ങനെ കുത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പം അവസാനം എനിക്ക് ഒന്ന് ഗതികെട്ടിട്ടാകണ്ടാന്ന് തോന്നുന്നു ഇപ്പം പ്രതികരിച്ചത്. എന്താണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വൻ സീനായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം താമസിക്കാതെ യൂട്യൂബിൽ വീഡിയോ വരും. മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് ഞാൻ എടുത്തു. വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. മെസ്സേജ് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വന്ന് മെസ്സേജ് ഹായ് എന്നെ അറിയുമോ. അപ്പം ഞാൻ അപ്പം നമ്മൾ നോർമലി ഒരാൾ അയച്ചല്ലേ. അപ്പം ഞാൻ തിരിച്ചതിന് മറുപടി കൊടുത്തു. എനിക്കറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പം എന്നെ മറന്നുപോയി, ഞാൻ ബാംഗ്ലൂർ അതായില്ലാന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ഒരാൾ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കില്ലല്ലോ. മെസ്സേജുകളോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ മുഖം കണ്ടാൽ നമ്മൾ മറക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ പുള്ളിയുടെ ഫ്രണ്ടുമായിട്ട് അങ്ങോട്ട് ഇവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്തെങ്ങാണ്ട് ഏതോ ഒരു പെൺകുട്ടി ബാംഗ്ലൂർ എങ്ങാണ്ടെന്നുള്ള അതൊരു പെൺകുട്ടി എങ്ങാണ്ട് മെസ്സേജ് അയച്ച സമയത്ത് എന്നെ മനസ്സിലായോ, എന്നെ മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എനിക്ക് ആരാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൺ ടൈം ഇട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര രീതിയിൽ ക്ലോസ് ആയിട്ടൊക്കെ സംസാരിച്ചപ്പം അമലിന് സംശയം തോന്നി. അമലിനെ കെണിയിൽ പെടുത്താനുള്ളൊരു സാധനമാണെന്ന് അമലിനൊരു ഡൗട്ട് തോന്നി. മനസ്സിലായോ? അതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് കുഞ്ഞാറ്റയാണ് എന്നുള്ളൊരു സാധനമാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. 1 വ്യൂ ആയിട്ടാണ് ഫോട്ടോ അയച്ചിരുന്നത്. അതും ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിന്റെ ഫോട്ടോയാണ്. ആ സമയത്ത് നമ്മൾ അവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമ്പോൾ ഫോട്ടോ കാണുന്നുണ്ടാവുമല്ലോ, ഒരു മോഡലിന്റെ ഫോട്ടോയാണ് വന്നത്. ആ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ ആ നമ്പറിന്റെ വാട്സപ്പിന്റെ എബൌട്ടും കാര്യങ്ങളും നോക്കിയപ്പം ഒരു പേര് കൊടുത്തിരുന്നു. ആ പേര് കാര്യങ്ങളൊക്കെ അവരും പെട്ടെന്ന് അത് കഴിഞ്ഞ് ഈ ഫോട്ടോ ഞാൻ അപ്പം തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇപ്പം എൻ്റെ ഫോണിൽ ഇരിക്കുന്നത്. അപ്പോൾ സാൻസിനെ കാണിച്ചു കൊടുത്തു. സാൻസ എടാ എനിക്കിട്ട് എന്തോ പണി വരുന്നുണ്ട് അളിയാ, കാരണം എനിക്ക് മെസ്സേജ് അയക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു. കാരണം എന്നെ അറിയില്ലാത്ത ഒരാളെ, എനിക്ക് ബാംഗ്ലൂരാണ് എൻ്റെ
ലവർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ ഒരു ആള്, അതായത് ഞാൻ വിവാഹം കഴിച്ചിരുന്ന ആള് ആ സമയത്ത് നമ്മുടെ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 500 രൂപ ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ ഫോട്ടോ കാണുന്ന വ്യക്തിക്ക്, അതായത് ആ അയച്ച ഫോട്ടോയിൽ കാണുന്ന വ്യക്തിക്ക് ഞാൻ 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ പോയി. അപ്പോൾ ആ നമ്പർ തരാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുൻ ഭാര്യ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നം, എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലായിരുന്നു. സംഭവം എന്താ നിങ്ങൾക്ക് പിടി കിട്ടിയോ? അതായത് മനഃപൂർവ്വം അങ്ങനെ ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഒരു വൾഗർ ആയിട്ടുള്ള ഒരു ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് അമലിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്, എന്തിനാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് അത് അമലിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടി കുഞ്ഞാറ്റ ചെയ്യിപ്പിച്ച പരിപാടിയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്കിതൊന്നും ഒട്ടും വിശ്വാസം വരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം പരിപാടികൾ ചെയ്തത് കണ്ടുപിടിക്കാമായിരുന്നു അന്നത്തെ സമയത്ത് തന്നെ. ഇത് ഈ വീണെടുത്ത് കിടന്ന് മെഴുകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായ? അമൽ ഓൾറെഡി നാറി. എന്തിനാ അമൽ പിന്നെയും വന്ന് സോഷ്യൽ മീഡിയയിൽ വീണ്ടും നാറാൻ നിൽക്കുന്നത്? മിണ്ടാതിരി. ഇനിയിപ്പം അത് നിവർത്തിയില്ല, പിന്നെയും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലീഗലി പോകും. അതേണക്ക് ഞാൻ കുഞ്ഞാറ്റെടുത്തും പറയുന്നത്, നിങ്ങളും ലീഗലി പോകും. നിങ്ങളെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റോ കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്ക്. അല്ലാതെ ചുമ്മാതെ ഇത് വന്ന് ഇതിനൊരു അന്ത്യം ഇല്ലാതെ നേരം വെളുത്ത വൈകുന്നേരം വരെ ഇങ്ങനൊരു സംഭവമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ഇത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്കൊക്കെ ജസ്റ്റ് ഇതൊരു കോണ്ടന്റ് മാത്രമാണ്. ഒരു ദിവസം റോട്ടിൽ കൂടെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെൺകൊച്ചിനെ കിടന്ന് കരയുക, ഒരു ചെറുക്കനകത്തുണ്ട്. ഞാൻ അവരെ നോക്കിയെന്നും പറഞ്ഞ് എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിച്ച ആളാണ് ആള്. ആ ആള് എൻ്റെ നമ്പർ ആൾക്ക് കൊടുക്കും. അപ്പം തന്നെ എനിക്ക് പൊട്ടി. ഞാൻ അപ്പം തന്നെ സാൻസിനോട് പറഞ്ഞു, സാൻസ് ഇത് എനിക്കിട്ടുള്ള പണി. അവൻ പറഞ്ഞു നീ റെക്കോർഡ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം റെക്കോർഡും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഇരുന്ന് ഇതിനുള്ള ഭയങ്കര വൾഗറായിട്ടാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് മാറി ഞാൻ അങ്കമാലിയിൽ അമ്മയുടെ കൂടെ അയക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വോയിസ് അയക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇത് നോക്കണമല്ലോ, കാരണം എൻ്റെ അടുത്ത് അത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഞാൻ അപ്പോൾ ആ ചാറ്റ് ചെയ്ത വ്യക്തി കുഞ്ഞാറ്റ എന്നാണ് പറയുന്നത്. വോയിസ് അയക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ മിണ്ടാതെ പമ്മി സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അമൽ വന്നിരുന്ന് ഈ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് മൊത്തവും ആ ഒരു പെൺകുട്ടിയുടെ തലയിലോട്ട് അങ്ങ് കൊണ്ടുവന്നിടുവാണ്. അമൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു വിഷയത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിയൊക്കെ അനാവശ്യമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വ്ളോഗറിൻ്റെ വൈഫിനെയൊക്കെ. അത് എന്തിനാണ് പിടിച്ചിട്ടേന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വിഷയത്തിൽ അമലിൻ്റെ ഫോണിൽ ഈ മറ്റേ ആ വ്യക്തി സുജിൻ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ട് അതിനകത്ത് വേറെ ഏതൊരു പെൺകുട്ടി ഇൻവോൾവായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സംസാരം നടന്നതാണ്. ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അതായത് അന്നേ എനിക്കത് ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അമൽ നാക്കെടുത്ത് കഴിഞ്ഞാൽ കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ എന്നാണ് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. കുഞ്ഞുകുട്ടിയൊന്നുമല്ല, ഞാൻ പാല് കുടിച്ചോണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എനിക്ക് ഫോട്ടോ വോയിസ് അയക്കാൻ പറഞ്ഞു. വോയിസ് സംസാരിക്കണോ? അപ്പോൾ തന്നെ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾ, നമ്മൾ വർഷങ്ങളോളം ഇതുപോലെ കുനുകുനാന്ന് സംസാരിച്ചാണ്. ആ ആൾ എത്ര ഇരുന്ന് കുനുകുനാ സംസാരിച്ചാലും നമുക്കത് അറിയത്തില്ലേ? അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാൻ പറഞ്ഞടാ സാൻസ ഇത് അവളാ എനിക്കിട്ടുള്ള പണി വെച്ചിരുന്നാന്ന് പറഞ്ഞു. പിന്നെ എവിടെ വരെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ ജോലി കഴിഞ്ഞ് നാളെ വരും. സ്വന്തം ഭാര്യ എന്തിനാ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത്? നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പം വെറുതെ ഭാര്യ ഇങ്ങനത്തെ ഒരു സാധനം അങ്ങ് ചാറ്റങ്ങ് ഉണ്ടാക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. വേണമെങ്കിൽ നിങ്ങളുടെ തനിക്കോണം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മേ ബി ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഇത് സത്യമാണോ അല്ലോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും അമൽ ഈ പറയുന്ന കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ടിൻ്റെ വോയിസ് ഒക്കെ എടുത്ത് നിലവിൽ പുറത്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആര് പറയുന്ന സത്യം ആര് പറയുന്ന കള്ളമാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സാധനം മാത്രമല്ല അമലിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ അമലിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് അമലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ പുറത്ത് വിട്ടിട്ട് ഒരു കാര്യത്തിന് മാത്രം വന്ന് എക്സ്പ്ലനേഷൻ പറയുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. നാളെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന് മുമ്പ് ഞാൻ വരാം, ഉച്ച കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ, ഞാൻ സ്കൂട്ടി കൊണ്ട് വരാം, എനിക്ക് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നീ നിൻ്റെ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. എൻ്റെ വീട് അങ്കമാലിയിലാണ്, ഞാനിപ്പോൾ ഉറങ്ങുക, ഞാൻ രാവിലെ വരെ എൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരി ഓക്കെ ഫൈൻ ഇതെല്ലാം പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് ഈ ചാറ്റിൻ്റെ ഇതിപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇത് നീ എനിക്കിട്ട് വെക്കണമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു തെറി പറഞ്ഞ് എനിക്കും കൂടെ മെസ്സേജ് അയച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അത്രയും വൾഗറായിട്ട് അത്രയും മോശമായിട്ട് എൻ്റെ ആ ആൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് സീനാക്കി ഞാൻ ആ വണ്ടി ഞങ്ങൾ തിരിച്ച് നേരെ ഞാൻ അടിമാലിക്ക് തന്നെ പോകുന്നു. ഞാൻ അടിമാലിയിൽ എൻ്റെ കൂട്ടുകാരൻ ഞാനും എൻ്റെ അമൽ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനോട് കൂടിയിട്ട് റൂം എടുത്ത് പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. എടുത്തില്ലേ മറ്റേ അഖിലിന്റെ അടുത്തല്ലേ കണ്ണാപ്പിയുടെ അടുത്ത്? മലയുടെ മേടില് അന്ന് റൂം എടുത്തത് സീൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളന്ന് രാത്രി ഓർക്കണ്ട, ഞാനന്ന് മറ്റേ ആൻ്റപ്പനും സാൻസിന് ഞാനിവിടെ കൂടി അന്ന് മറ്റേ അവര് മടത്തി പണിതുകൊണ്ടിരുന്നപ്പോ വന്നേ ഓർക്കണ്ടോ? അന്ന് രാത്രി തിരിച്ചു പോയപ്പം അവള് വേറെ പെണ്ണാന്നും പറഞ്ഞ് എനിക്ക് ഫോട്ടോയും വീഡിയോ അയച്ചു.
ആ ഫോട്ടോ വീഡിയോ അയച്ചു തന്നിട്ട് അതിന്റെ കേസും വെച്ചിട്ട് അവള് പിറ്റേസ് നീ ഓർക്കണം, ഞാൻ പോലീസുകാർ തെറി പറഞ്ഞതും മറ്റേ വക്കീൽ അതെ അതെ ഓർക്കുന്നുണ്ട്. ആ അപ്പം അന്ന് ആ സീനിന് അവളാ കൊടുത്ത കേസ് നീ ഓർക്കണല്ലോ, പോലീസുകാർ വിളിച്ചപ്പം ഞാനിത് പറഞ്ഞു പറയണല്ല, നീ കേട്ടാ, നീ മാത്രമാണ് എനിക്ക് സാക്ഷിയുള്ളൂ, കാരണം എന്റെ കൂട്ടുകാരനായിട്ട് നീ മാത്രമേ ഉണ്ടാവുള്ളൂ, നീ കേട്ടല്ലേ. അവളന്ന് എന്നെ കൊണ്ട് വേറൊരു പെണ്ണാന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്ത് വളരെ വൾഗറായിട്ടുള്ള, ഞാൻ നിന്നെ സ്ക്രീൻഷോട്ട് എല്ലാം കാണിച്ചു തന്നായിരുന്നു. അതെല്ലാം കാണിച്ചു തന്നിട്ട് ഈ പറയണ അവളാണ് അത് അന്ന് ആ കേസ് കൊണ്ടുപോയി കൊടുത്തത്. എന്നിട്ട് ആ കേസ് നിലനിൽക്കില്ല, നീ ഓർക്കണ്ടോ, പോലീസുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ സാറേ അവള് പറഞ്ഞ് തെറി പറഞ്ഞ് ഫോൺ ഓഫ് ആക്കിയത് ഓർക്കണ്ടോ. അത് എന്നെ പറ്റിയപ്പോ ഓക്കെ. അപ്പോൾ അത് അന്ന് കുഞ്ഞാറ്റയാണ് ചെയ്യിപ്പിച്ചതെന്നാണ് കൂടെയുള്ള വ്യക്തിയും പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഒരു സാധനം മാത്രമൊന്നുമല്ല, ഒന്നിൽ കൂടുതൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഞാനിവിടെ ആ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം. എന്തായാലും പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്തായാലും കഴിവതും കഴിഞ്ഞ സാധനങ്ങൾ കഴിഞ്ഞു. ഇനിയും വീണ്ടും വീണ്ടും ഇത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുക, പിന്നെയും ചർച്ച ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പുതിയൊരു ലൈഫ് തേടി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത് കണക്ക് തന്നെ അമൽ ഇനി എത്ര വിളിപ്പിച്ച് കഴിഞ്ഞാലും അത്ര വിളിക്കാൻ പോകുന്നുമില്ല, അത് വേറൊരു സത്യം. ഈ അമലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചാറ്റും സാധനങ്ങളും എല്ലാം ഈ പറയുന്ന എല്ലാ വ്ളോഗേഴ്സിൻ്റെയും കയ്യിൽ ആ ഒരു സമയത്തുണ്ടായിരുന്നു. ഇവരുടെ ഒരു കോൺട്രവേഴ്സി സ്റ്റാർട്ടായ സമയത്ത് എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പകുതി ആൾക്കാരും അത് ചെയ്യാതിരുന്നത് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യം. ഒരുപാട് പേരുടെ പേര് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നതിൻ്റെ പേരിലാണ് പല ആൾക്കാരും അന്നത്തെ സമയത്ത് വീഡിയോ ഒന്നും ചെയ്യാമെന്ന് എനിക്കറിയാവുന്നൊരു കേസാണത്. എന്തായാലും ഇത്രയാണ് നിലവിലത്തെ സംഭവം. ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അടി ഉണ്ടാകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് ചെളിവാരി എറിഞ്ഞ് ഇങ്ങോട്ട് ചെളിവാരി എറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ആയിട്ടായിരിക്കും ഇനിയിപ്പം നിലവിൽ പോകാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.